പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ ഡിസംബർ 9-ാം തീയതിയും 11-ാം തീയതിയും നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ UDF-ന് അനുകൂലമായി സമഗ്രമായൊരു ഫലപ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ഒരുപക്ഷെ പരമാവധി ഒരു 50% സീറ്റുകളിൽ UDF ചിലപ്പം എത്തിപ്പറ്റിയേക്കാം എന്ന് മാത്രമാണ് ഞാനും പ്രതീക്ഷിച്ചിരുന്നത്. ഒരുപാട് രാഷ്ട്രീയമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ സമയത്ത് പോലും തമ്മിലടിക്കുകയായിരുന്നു കോൺഗ്രസ്സുകാർ. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ സമയത്ത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ കൂടുതൽ സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടം വിഷയത്തെക്കുറിച്ചിട്ടാണ്. അത്രയും കൂടുതൽ പ്രാധാന്യം ശബരിമല വിഷയത്തിലൊന്നും അവർ കൊടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ വന്നിട്ട് പറഞ്ഞത്, ആൾക്കൂട്ടത്തിൻ്റെ ഒന്നും കണ്ടാൽ എൻ്റെ അഭിപ്രായം മാറില്ല, കടലിരമ്പുന്ന പോലെ വന്നാലും എൻ്റെ അഭിപ്രായം ഒന്നും മാറില്ല, എനിക്ക് ബോധ്യമായാലേ ഞാൻ മാറൂ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം വിഷയം പറഞ്ഞുകൊണ്ട് CPM-ന് കൂടുതൽ ഫോഡർ, അവർക്ക് കൂടുതൽ സാധ്യത ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർ ചെയ്തത്. കെ മുരളീധരൻ പറഞ്ഞ എന്താണെന്ന് നമ്മൾ കണ്ടു, രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ എന്താണെന്ന് നമ്മൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു 50% സീറ്റിൽ UDF എത്തിയാൽ അത്ഭുതം എന്നാണ് ഞാൻ വിചാരിച്ചത്. നമുക്കറിയാം 2020 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒരു 35-36% പഞ്ചായത്തുകളിലെ UDF ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം LDF-ൻ്റെ കയ്യിലായിരുന്നു. ഒരുപക്ഷെ മുനിസിപ്പാലിറ്റികളിൽ മാത്രം ഇത്തിരി സ്വാധീനം UDF ഉണ്ടായിരുന്നെങ്കിൽ ബാക്കി കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, എല്ലാം ഗ്രാമപഞ്ചായത്ത് എല്ലായിടത്തും പിന്നെ LDF-ൻ്റെ ഒരു തേരോട്ടമായി. ഇനി LDF-കാർ പ്രതീക്ഷിച്ചെന്താ, ഒരു എങ്ങനെ വന്നാലും ഒരു 50-55% കിട്ടും, അങ്ങനെ പിടിച്ചു നിൽക്കാം എന്നാണ് അവർ വിചാരിച്ചത്. അങ്ങനെ കിട്ടുമ്പോൾ ഇത്രയും എതിർ പ്രചരണം ഞങ്ങൾക്കെതിരെ ഉണ്ടായെങ്കിലും ഞങ്ങൾ 55% പിടിച്ചില്ലേ, അതുകൊണ്ട് ഇനി ഞങ്ങൾ തന്നെ ഭരിക്കും എന്ന് പറയാം എന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ LDF-നെ UDF-നെയും ഞെട്ടിച്ചുകൊണ്ട് എല്ലാ തലങ്ങളിലും, ഇതിൽ ജില്ലാ പഞ്ചായത്തിൽ മാത്രമാണ് 50-50 എന്ന് വന്നത്, കോർപ്പറേഷൻ്റെ തലത്തിലായിക്കോട്ടെ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തലത്തിലായിക്കോട്ടെ, പിന്നെ മുനിസിപ്പാലിറ്റിയുടെ തലത്തിലായിക്കോട്ടെ, ഗ്രാമപഞ്ചായത്തിൽ, ഇതെല്ലായിടത്തും സമഗ്രമായി വലിയൊരു തിരിച്ചുവരവ് UDF നടത്തിയതാണ് നമുക്ക് കാണാൻ. UDF ഞെട്ടിപ്പോയി, LDF ഞെട്ടിപ്പോയി. ആ റിസൾട്ട് വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇതൊരു ഭരണവിരുദ്ധ വികാരമായിരുന്നു. ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമൊക്കെ വലിയ തോതിൽ ഒരു ഗാനം വൈറലായത് ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന ആ ഗാനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചലനം നമ്മളത് കണ്ടത്. അപ്പോൾ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരം, രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലാക്കാൻ നടത്തിയതിനെതിരായിട്ടുള്ള വികാരം, പിണറായി വിരുദ്ധ വികാരം, ശബരിമല കൊള്ള, അത്തരത്തിൽ ഭരണവിരുദ്ധ വികാരത്തിലാണ് LDF ആടി ഉലഞ്ഞ് തോറ്റു തുന്നം പാടിയത് എന്നത് ഏത് കുഞ്ഞുകുട്ടി പരാധീനത്തിന് പോലും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് സമ്മതിക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമാൻ MV ഗോയിന്നൻ എന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഗോവിന്ദൻ എന്ന് പോലും പറയും, ഗോയിന്നൻ തയ്യാറായില്ല എന്നുള്ളതിൽ എനിക്ക് അത്ഭുതമില്ല. കാരണം ഇതുപോലുള്ള പൊട്ടത്തരങ്ങളാണ് അയാൾ കുറെ കാലമായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ മനോവിഷമം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, EMS ഇരുന്ന കസേര, CH കണാരനിരുന്ന കസേര, നായനാരിരുന്ന കസേര, VS അച്യുതാനന്ദനിരുന്ന കസേര, വേണമെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ കൂടി ഇരുന്ന കസേര എന്ന് പറയാം. പിണറായി ഇരുന്ന സമയം ഞാൻ കണക്ക് കൂട്ടുന്നില്ല. ആ കസേരയിലാണല്ലോ ഈ ഗോയിന്നൻ വന്നിരിക്കുന്നത് എന്നോർക്കുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ മനോവിഷമവും ദുഃഖവും എനിക്ക് തോന്നുന്നു, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, ഈ മരിച്ചവരെ അപകീർത്തിപ്പെടുത്തുന്നതിന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ദേ വിൽ ടേൺ ഇൻ ദ ഗ്രേവ്. ഒരാൾ മരിച്ച ആളെ നമ്മൾ അപകീർത്തിപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരവരുടെ കുഴിമാടത്തിൽ കിടന്ന് ഞെളിവിരി കൊള്ളും. അതാണ് ദേ വിൽ ടേൺ ഇൻ ദ ഗ്രേവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗോയിന്നൻ വന്നിട്ട് ഒരുമാതിരി വളിച്ച ചിരിയും ചിരിച്ചുകൊണ്ട്, ഒരു വളരെ വൃത്തികെട്ട ശരീരഭാഷയും കാണിച്ചുകൊണ്ട് ഇത് ഭരണവിരുദ്ധ വികാരമല്ല എന്നും 26-ൽ ഞങ്ങൾ തിരിച്ചു വരും എന്നും പറഞ്ഞപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ EMS-ഉം നയനാരും VS-ഉം ഒക്കെ കുഴിമാടത്തിൽ കിടന്ന് ഞെളിവിരി കൊണ്ടതായും അവർ കുഴിമാടത്തിൽ കിടന്ന് നിലവിളിച്ചതായിട്ടുമാണ് എനിക്ക് തോന്നിയത്. സുഹൃത്തുക്കളെ, തലയ്ക്ക് വെളിയുള്ള ആരെങ്കിലും പറയുമോ ഭരണവിരുദ്ധ വികാരമില്ലായിരുന്നു? നമ്മൾ മലപ്പുറത്തിൻ്റെ കാര്യം നിർത്തുക, തൂത്ത് വാരിയിരിക്കുകയല്ലേ UDF.
അവിടെ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര MLA മാരുണ്ടായിരുന്നു? പിന്നെ LDF-ന് 5-6 MLA-മാരുണ്ടായിരുന്നു. LDF-ന് മന്ത്രിമാർ തന്നെ ഉണ്ട് അവിടുന്ന്, മന്ത്രി തന്നെ ഉണ്ട് അവിടുന്ന്. അവിടെയൊക്കെ തൂത്തെടുത്തുകൊണ്ട് പോയിരിക്കല്ലേ. 33-ൽ 33 ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല. പത്തനംതിട്ടയിൽ എത്രയെത്ര ജില്ലകളിൽ. കോർപ്പറേഷൻ്റെ കാര്യം നമ്മളെടുക്കുക. കഴിഞ്ഞ തവണ കണ്ണൂർ എന്ന് പറഞ്ഞ ഒരു കോർപ്പറേഷനാണ് CPM-ന് പിന്നെ കോൺഗ്രസിനുണ്ടായിരുന്നത്. ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ, കൊല്ലം കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ, തൃശ്ശൂർ കോർപ്പറേഷൻ, 4 കോർപ്പറേഷൻ CPM-ന്, ഒരെണ്ണം BJP-ക്ക്. ഒരെണ്ണമാണ് CPM-നുള്ളത്. ആലോചിച്ച് നോക്കുക. ജില്ലാ പഞ്ചായത്ത് നേരത്തെ അവർക്ക് 2 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്ക് 7 എണ്ണം UDF-ന്. മുനിസിപ്പാലിറ്റിയിൽ മുമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്തിൽ മുമ്പിൽ, ഗ്രാമപഞ്ചായത്തിൽ പോലും കഴിഞ്ഞ തവണ 500 ചില്ലാനം LDF-ന് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ 500 ചില്ലാനം UDF-ന്. കഴിഞ്ഞ തവണ 300 ചില്ലുവാനമായിരുന്നു UDF-ന് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ 300 ചില്ലുവാനം മാത്രമേ LDF-നുള്ളൂ. വലിയ തിരിച്ചടി. കണ്ണൂരിലൊക്കെ ഉള്ള തിരിച്ചടിയെക്കുറിച്ചിട്ട് എൻ്റെ സുഹൃത്ത് ഉമേഷ് ബാബു പറയുമായിരുന്നു. പതിറ്റാണ്ടുകളായി CPM ഭരിച്ചിരുന്ന പല പഞ്ചായത്തുകളിലും ഇപ്പോൾ പിന്നെ UDF-ആണ് ഭരിക്കുന്നത്. എന്തെങ്കിലും പ്രചരണം നടത്തിയിട്ടാണോ? ഒന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ചില്ലറ പ്രചരണം നടത്തി. ഭരണവിരുദ്ധ വികാരമല്ലേ ആഞ്ഞടിച്ചത്. പക്ഷേ ഈ ഗോയിന്നൻ വന്നിരുന്നുകൊണ്ട് പറയുകയാണ് ഭരണവിരുദ്ധ വികാരം. എന്ത് ചെയ്യും നമ്മൾ? CPM അണികളുടെ ഒരു അവസ്ഥയെക്കുറിച്ചിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് ചെയ്യും അയാൾ? എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ നമ്മളോട് പറയുകയാണ് 26-ന് ഞങ്ങൾ വരും. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞപ്പോൾ VS-ഓ അല്ലെങ്കിൽ നയനാരോ അല്ലെങ്കിൽ EMS ഒക്കെ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു ഇതിനെ നേരിടുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ തെറ്റുകൾ പറ്റി, പല കാര്യങ്ങളിൽ ഞങ്ങൾക്ക് തെറ്റിപ്പോയി. ആ തെറ്റുകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളിതൊന്നും പ്രതീക്ഷിച്ചതല്ല, ഇത് അപ്രതീക്ഷിതമായി പോയി. അതുകൊണ്ട് ഈ വിധിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഞങ്ങൾക്ക് തിരുത്തലുകൾ വരുത്തി, ഞങ്ങൾ തിരുത്തി വരാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും എന്നല്ലേ സാമാന്യ മര്യാദയ്ക്ക് മാന്യമായി ജനങ്ങളോടും പാർട്ടി അണികളോടും പറയട്ടെ. അതിന് പകരം ഈ ഗോയിന്നൻ എന്ത് ചെയ്യും? എത്ര പൊട്ടത്തരങ്ങൾ അയാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാനിപ്പം ഓരോന്നോരോന്നെടുത്തൊന്നും നിങ്ങളുടെ അടുത്ത് മുമ്പിൽ ഞാൻ പറയുന്നില്ല. ഈ ഡ്രിൽ മാസ്റ്റർ വന്നിരുന്നിട്ട് ഇവിടെ ഭരണവിരുദ്ധ വികാരമേ ഇല്ല, ഞങ്ങൾ 26-ൽ തിരിച്ചു വരും എന്ന് പറയുകയാണ്. ശരിക്കും പാർട്ടി അണികൾ തന്നെയല്ലേ ഈ ഗോവിന്ദൻ്റെ മുഖത്ത് ഒക്കെ അടിച്ചത്, പിണറായിയുടെ മുഖത്തൊക്കെ അടിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് EMS-ഉം നയനാരും VS-ഉം ഒക്കെ കുഴിമാടത്തിൽ കിടന്ന് നിലവിളിക്കുന്നുണ്ടാവും ഈ ഗോവിന്ദൻ്റെ ഇതുപോലുള്ള ഈ മരപ്പൊട്ടത്തരം കേട്ടിട്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് നമ്മൾക്കറിയാം. അതിഭീകരമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പിണറായി വിരുദ്ധ വികാരമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ശബരിമല കൊള്ളയോടുള്ള ജനങ്ങളുടെ പ്രതികരണമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇത് ഇനിയിപ്പോൾ തിരുത്തുക എന്നൊക്കെ പറയുന്നത് അസാധ്യമാണ് എന്നുള്ളത് നമുക്കറിയാം. ഇതൊരു സെമി ഫൈനലായിരുന്നു. ഇവിടെ പാഠം പഠിപ്പിച്ചത് CPM-ൻ്റെ അണികളാണ്. അവർ കണക്കിന് ഒരു പാഠവും കൂടി അവർ മെയ് 26-ൽ കൊടുക്കും. അതോടുകൂടി ഈ CPM-ൻ്റെ 10 വർഷക്കാലത്തെ പീഡനകാലം, CPM ഭരണത്തിൻ്റെ പീഡനകാലത്തിൽ നിന്ന് നമ്മൾ വിമോചിതരാകും, നമ്മൾ മോചിക്കപ്പെടും, നമ്മൾ മുക്തി നേടും എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത്.